2020 മോഡൽ സ്വിഫ്റ്റിന് വെറും 4,60,000 രൂപയ്ക്ക് എവിടുന്നെങ്കിലും കിട്ടും. 17 വണ്ടിയാണ്, ആൽഫയാണ്. ആൽഫ അതെ, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 5,77,000. 5,77,000 രൂപ. ഇതിന് വെറും 5,90,000 നമ്മൾ ആസ്ക് ചെയ്യണുള്ളൂ അല്ലേ? അതും 7 ദിവസത്തിനുള്ളിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ തിരിച്ചെടുക്കും. 18 വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 66,000 കിലോമീറ്റർ ഓടി. നമുക്ക് 3,11 കൊടുക്കാം. 3,11,000 രൂപ എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കൂലേ? അതെ, 3,55 വണ്ടിയായിരുന്നു, ഇപ്പൊ 44,000 രൂപ ഡിസ്കൗണ്ടിൽ ഇപ്പൊ കിടക്കും. എക്സ്പെക്ട് ചെയ്ത് നോക്കിയ റേറ്റ് നമുക്കൊരു 4 റുപ്യ 3,80 ഈ വണ്ടിക്ക് 2,80 കൊടുക്കാം. 2,80 കൊടുക്കാം. 1,00,000 ലാഭിച്ചു. ഹലോ ഗൈസ്, മലൽ മീഡിയയിലെ കടൽ പോലെ പരന്നു കിടക്കുന്ന ഒരു ഹ്യൂജ് എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡായിരിക്കും. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 300ഓളം കാറുകൾ, അത് പല കളറിൽ പല വേരിയന്റുകളായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ. സെഡാന് വേണോ, ഹാച്ച് ബാക്ക് വേണോ, പെട്രോൾ വേണോ, ഡീസൽ വേണോ, ഓട്ടോമാറ്റിക് വേണോ, മാനുവൽ വേണോ, 7 സീറ്റർ വേണോ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. ഏകദേശം 2 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വില വരുന്ന വാഹനങ്ങളുടെ റെഡി സ്റ്റോക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടോളി. നമുക്ക് മാക്സിമം വാഹനങ്ങൾ ഉൾപ്പെടുത്താൻ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോന്നോളി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് പോയാലോ. ബ്രോ, മലയാള മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? കേരളത്തിലുള്ള മൊത്തം യൂസ്ഡ് കാര്യങ്ങൾ വിലക്ക് എടുത്തോ? പിന്നല്ല, എല്ലാം ഇവിടെ ഉണ്ടല്ലേ? ഏത് സെഗ്മെന്റ് വാഹനങ്ങൾ വേണമെങ്കിൽ നമ്മൾ പ്രഷർ കൊടുക്കാം. ഏത് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട്, അതേപോലെ ഡിഫറെന്റ് മോഡൽസ് വരുന്നുണ്ട്, ഡിഫറെന്റ് വേരിയന്റ്സ് വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഏകദേശം എത്ര വാഹനങ്ങൾ ഇപ്പൊ അവൈലബിൾ ആണ്? നമുക്കൊരു 220 വണ്ടികൾ ടോട്ടലായിട്ട് ഇവിടെ കിടപ്പുണ്ട്. 200 മുകളിൽ വണ്ടികൾ ഇപ്പൊ റെഡി സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഏതൊക്കെ നമുക്ക് സെഡാൻ വേണമെങ്കിൽ കൊടുക്കാം, ഹാച്ച് ബാക്ക് കൊടുക്കാം, 7 സീറ്റർ കൊടുക്കാം, ഡീസൽ കൊടുക്കാം, പെട്രോൾ കൊടുക്കാം, ഓട്ടോമാറ്റിക് കൊടുക്കാം, മാനുവൽ കൊടുക്കാം, CNG കൊടുക്കാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. ബ്രോ, നമ്മളെ പ്രേക്ഷകർക്ക് വണ്ടി വിശ്വസിച്ച് എടുക്കാൻ പറ്റുമോ? പിന്നെന്താ, നമ്മൾ ഒരു 140 ക്വാളിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേക്കുന്ന വണ്ടികളായിരിക്കും. അതേപോലെ തന്നെ 7 ഡേയ്സ് റിട്ടേൺസ് ഉണ്ട്, റിട്ടേൺ പോളിസി ഉണ്ട്. ഇപ്പൊ നമ്മള് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഫ്ലഡ് ആണ്, ടോട്ടൽ ലോസ് ആണ്, അങ്ങനെ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. നമ്മളെ മേജർ ആക്സിഡന്റോ ഫ്ലഡ് അഫക്റ്റഡോ ഓടമേ ടൈം ചെയ്ത വണ്ടി നമ്മൾ കൊടുക്കാറില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് പിന്നെ അത് മാത്രമല്ല വാറന്റി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ? അവൈലബിൾ ആണ്. നമുക്ക് ഒരു 2 ഇയേഴ്സ് വരെ വാറന്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ 0 ഡൗൺ പേയ്മെന്റിൽ 1 രൂപ പോലും മുടക്കാതെ നല്ല ട്രാക്കുള്ളവർക്ക് വണ്ടി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു 9 hours മതി ലോണിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഫിനിഷ്. രാവിലെ ഇങ്ങോട്ട് വന്നാല് വൈകുന്നേരം വണ്ടി എടുത്ത് പോവാം, ആ ഒരു സ്കീമില്. അപ്പൊ ഈ 7 ഡേയ്സ് റിട്ടേൺ പോളിസിന്റെ കറക്റ്റ് ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു കസ്റ്റമർ വന്ന് വണ്ടി എടുക്കുന്നു, വണ്ടി എടുത്തിട്ട് 7 ദിവസം കസ്റ്റമർ ഓടിച്ചു നോക്കാം, 500 കിലോമീറ്റർ വരെ. അതിന്റെ ഒരു 100-300 കിലോമീറ്റർ ഓടിക്കുന്ന തന്നെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് നമുക്ക് അറിയാം. എന്നിട്ട് നമുക്ക് വണ്ടി ഓടിച്ചിട്ട് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് വണ്ടി അവർക്ക് വേണമെങ്കിൽ മെക്കാനിക്കിന് കൊടുത്തിട്ടോ ഓതർ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ടും കസ്റ്റമറിന് വേണമെങ്കിൽ പിന്നെയും വണ്ടി എടുത്തിട്ട് 7 ദിവസം ഉപയോഗിച്ച് നോക്കാം. എന്നിട്ടും ഇരുന്ന് നമുക്ക് ഓടിച്ചിട്ട് സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് റിട്ടേൺ ചെയ്യാം. അത്രയും ഗ്യാരണ്ടിയിൽ ഷോറൂം കൊടുക്കുന്ന ഒരു ഷോറൂം കാർ 24 ആണ് നമുക്ക് അവകാശപ്പെട്ടൂടെ? പിന്നെന്താ, ഒരു 100-300ഓളം വാഹനങ്ങൾ ഇവിടെ റെഡി സ്റ്റോക്ക് ആണ് അല്ലേ? ഓക്കെ, എല്ലാ വാഹനങ്ങളും നമുക്ക് കറക്റ്റ് ആയിട്ട് കാണിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഒരു 10 വാഹനങ്ങൾ വിവിധ കാറ്റഗറിയിൽ പെടുന്ന ഒരു 10 വാഹനങ്ങൾ നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഓരോ വാഹനങ്ങളായിട്ടാണ് പരിചയപ്പെടാം. ആദ്യമായിട്ട് ചെറിയൊരു ബഡ്ജറ്റിൽ 20 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും കൊണ്ടും ഒത്തൊരു വാഹനല്ലേ WR ഹോണ്ടന്റെ. മെയിൻ്റെനൻസ് ആണെങ്കിൽ വളരെ കുറവ്, എല്ലാ ഫീച്ചേഴ്സും സൺറൂഫ് അടക്കമുള്ള ബട്ടൺ സ്റ്റാർട്ട് വരെ വരുന്ന വേരിയന്റ് അല്ലേ? ഓക്കെ, WRV ഏതാണ് മോഡൽ വരുന്നത്? ഇത് 2018 വണ്ടിയാണ്, 86,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഡീസൽ ആണോ? ഡീസൽ അല്ല, പെട്രോൾ വണ്ടി. പെട്രോൾ വേരിയന്റ്. മെയിൻ്റെനൻസ് വളരെ കുറവാണ്. ഓക്കെ, അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു വാഹനമാണ് കേട്ടോ. വണ്ടിക്ക് എന്തെങ്കിലും മേജർ ആക്സിഡന്റോ ഇവിടെ കിടക്കുന്ന വണ്ടികളൊന്നും മേജർ ആക്സിഡന്റ് ആയിരിക്കില്ല. ഓക്കെ, എന്നാലും ജസ്റ്റ് ചോദിക്കാണ്. അല്ല, ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സർവീസ് ഹിസ്റ്ററി ആയിരിക്കും നമ്മൾ ആപ്പിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ടയർസ് 4 പുത്തൻ ടയർ വരുന്നുണ്ട് വിത്ത് ഡയമണ്ട് കട്ട് അലോയ് വീല്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ അഡീഷണൽ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്, ക്ലൈമറ്റ് AC വരുന്നുണ്ട്, ഡുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, 4 ഡോർ പവർ വിൻഡോ, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി അല്ലേ? ഓക്കെ, അപ്പൊ എത്രയാണ് ഈ ഒരു ഹൈ ക്വാളിറ്റി വാഹനത്തിന്? വണ്ടിക്ക് റേറ്റ് ചോദിക്കുന്നത് 5,90,000 റേറ്റ് ചോദിക്കുന്നത്. 5,90,000 രൂപയ്ക്ക് അല്ലേ? ഇതിന് ഏകദേശം എത്ര ലോൺ ചെയ്യാം നമുക്ക്? ഇതിന് നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം, 1 രൂപ പോലും മുടക്കാതെ ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ ഇല്ലാത്ത ഫുൾ ഓപ്ഷൻ വാഹനം നമുക്ക് ഫുൾ ലോണിലാണ് കൊണ്ടുപോകാം. ഇത് നല്ലൊരു പ്രൈസ് ആണ്. ഏകദേശം 10-14 ലക്ഷം രൂപ ഓൺ റോഡ് വില വരുന്ന വാഹനത്തിന് വെറും 5,90,000 നമ്മൾ ആസ്ക് ചെയ്യണുള്ളൂ അല്ലേ? അതും 7 ദിവസത്തിനുള്ളിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ തിരിച്ചെടുക്കും. അതേപോലെ തന്നെ ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടികളും നമ്മൾ എഞ്ചിൻ ഓയിൽ അടക്കം എല്ലാം
മാറ്റി വെച്ചേക്കുന്ന വണ്ടികളാണ്. ഓക്കെ, അപ്പൊ അത്രയും ഒരു പുതിയ വണ്ടി എണ്ണടിക്കാൻ ഓടുക, എണ്ണ ഓടിക്കുക, വേറെ ഒന്നുമില്ല. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി അട്രാക്റ്റീവ് കളർ വരുന്ന ഫുൾ ഓപ്ഷൻ സെൽറ്റോസ്, നല്ല അടിപൊളി ബ്ലൂ കളർ, കിയന്റെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു വാഹനമാണ്. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ മോഡൽ എത്ര വരുന്നത്? 2020 മോഡലാണ്. 45,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓണർഷിപ്പോ മാനുവൽ സ്ക്രാച്ചോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ആപ്പിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ വണ്ടിന്റെ സർവീസ് ഹിസ്റ്ററി അടക്കം നമ്മൾ ആപ്പിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഓണർഷിപ്പോ? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ ആണ്, സിംഗിൾ ഓണർ. ഓക്കെ, ഈ വെറും 47,000 അല്ലേ? 45,000 കിലോമീറ്റർ മാത്രം ഓടി ഷോറൂം കണ്ടീഷൻ വരുന്ന ഒരു 15 ആ ലെവലിൽ മൈലേജ് ലഭിക്കുന്ന പെട്രോൾ വേരിയന്റ് വരുന്ന വണ്ടി. ഫുൾ ഓപ്ഷൻ ആണോ? അതെ, ഫുൾ ഓപ്ഷൻ. ഇന്റീരിയർ ഒക്കെ ഹൈ ക്വാളിറ്റി ഇന്റീരിയർ ആണ്. നമുക്ക് എത്രയാണ് ഇതിന്റെ ആസ്ക് ചെയ്യുന്ന ആ പ്രൈസ് കൂടെ ഒന്ന് അറിയണം. 11,30,000 രൂപ. ലോൺ നമുക്ക് എത്ര കയറും? ഫുൾ ലോൺ, ഫുള്ള് ലോൺ, 1 രൂപ പോലും മുടക്കാതെ നമുക്ക് കിയ സെൽറ്റോസ് നമുക്ക് സ്വന്തമാക്കാം. നല്ല സിവിലും കാര്യങ്ങളൊക്കെ വേണം, വേറെ ബാക്ക്ലോഗ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ വണ്ടി നമുക്ക് റിട്ടേൺ ചെയ്യാം, 2 വർഷം വാറണ്ടി കൊടുത്തൂടെ? കൊടുക്കാം, പിന്നെന്താ, തീർച്ചയായിട്ടും. അപ്പം നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഹോണ്ട സിറ്റി പരിചയപ്പെടാം. 4 കിഡിലൻ ഡയമണ്ട് കട്ട് അലോയ് വീൽസോട് കൂടി വരുന്ന സൺറൂഫ് അടക്കം വരുന്ന നല്ലൊരു ക്യൂട്ട് വാഹനം അല്ലേ? ഇത് എത്ര മോഡല്? 2019 വണ്ടിയാണ്. 19 ന്യൂ ഷേപ്പ്. അതെ, ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് ആണ്, CVT ആയിരിക്കും. CVT ആണ്. അപ്പൊ ലേഡീസിനൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാം. ഒന്നുമില്ല, ZX ലെ പെട്രോൾ വേരിയന്റ്. മൈലേജ് ഏകദേശം ഒരു 15-16 ലെവലിൽ കിട്ടൂലേ? കിട്ടും. മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറഞ്ഞ അത്യാവശ്യം നല്ലൊരു പ്രീമിയം വാഹനമാണ് കേട്ടോ. ടയർ നോക്കിയാൽ ഒരു ആവറേജ് ടയറും കാര്യങ്ങളും വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആണ്, കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട്, ടച്ച് സ്ക്രീൻ, ക്ലൈമറ്റ് AC, സൺറൂഫ്, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മൾ ഈ ഒരു ഫുൾ ഓപ്ഷൻ മോഡൽ കൂടി ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിന് ആസ്ക്? ഈ വണ്ടിക്ക് നമ്മൾ ഇവിടെ ലിസ്റ്റ് ആയപ്പോൾ ഉണ്ടായിരുന്ന റേറ്റ് 11,03,000 രൂപയായിരുന്നു. ഇപ്പൊ നമ്മൾ എല്ലാത്തിന്റെയും ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 9,37,000 രൂപയ്ക്ക്, വെറും 9,37,000 രൂപക്ക് 19 വണ്ടി കൊടുക്കുക. സിംഗിൾ ഓണർ. കറക്റ്റ് കിലോമീറ്റർ വരുന്ന 72,000. സർവീസ് ഹിസ്റ്ററിയോട് കൂടി വരുന്ന മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി ധൈര്യമായിട്ട് കൊടുക്കാം. ലോൺ ആണെങ്കിൽ ഫുള്ള് ലോൺ, 1 രൂപ പോലും മുടക്കാതെ കൊണ്ടുപോകാട്ടോ. നല്ല സിബിൽ സ്കോറും ട്രാക്കും വേണമെന്നുള്ളൂ. ഇനിയിപ്പോൾ ആരും മൈലേജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വെറി ഇടാവേണ്ട ആവശ്യമില്ല. നല്ലൊരു മൈലേജ് കിട്ടുന്ന മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറഞ്ഞ ഒരു ഡിസയർ പരിചയപ്പെടാം. ഓക്കെ, ഇത് മോഡലും ഡീറ്റെയിൽ ഒക്കെ എങ്ങനെ വരും? 2014 മോഡലാണ്. ഓണർഷിപ്പോ? ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്, സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? വണ്ടി 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ആക്സിഡന്റോ അങ്ങനെയൊന്നുമില്ല. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ ഏകദേശം ഒരു 40-60 ആ റേഞ്ചിൽ ടയറും വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ വണ്ടി. ബേക്കിലെ ടയേഴ്സ് ഒക്കെ ആണെങ്കിൽ 81-82 കിലോ, ഏകദേശം ഒരു 100% ടയറും കാര്യങ്ങളും വരുന്നുണ്ട്. വണ്ടിയാണ്. VDA ആണല്ലോ ഓപ്ഷൻ വരുന്നത്. ഒരു ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് വാഹനമാണ്. അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കുന്ന സഡാൻ വണ്ടി. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? ഇതിന്റെ 4,52,000 രൂപക്ക് ഫുള്ള് ലോൺ കയറ്റി കൊടുക്കും. പിന്നെ ഫുൾ ലോൺ കൊടുക്കും. 1 രൂപ പോലും മുടക്കാതെ ഡീസൽ ഡിസയർ നമുക്ക് സ്വന്തമാക്കാം. ഫുള്ള് ലോണിൽ അത്യാവശ്യം സിബിൽ സ്കോറും ട്രാക്കും വേണം കേട്ടോ. ഇപ്പോൾ ബലേനോ, i20, ജാസ് ഒരേ സെഗ്മെന്റിൽ പെടുന്ന 3 രാജാക്കന്മാര് നോക്കുന്നവർ ഈ റോക്ക് ഇങ്ങോട്ട് വന്നോളി. മിക്കവാറും ഇവിടെ വന്നവർ ഒരു വണ്ടി എടുക്കാതെ പോകില്ല. തീർച്ചയായിട്ടും അത്രയും ക്വാളിറ്റി ഉള്ള അത്രയും വൃത്തിയുള്ള വാഹനങ്ങൾ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഫസ്റ്റ് ഒരു ബലേനോ ഉണ്ടായിക്കോട്ടെ, ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീറ്റെയിൽ എങ്ങനെ? നമുക്ക് ഈ വണ്ടി വരുന്നത് 2017 വണ്ടിയാണ്, ആൽഫയാണ്. ആൽഫ. അതെ, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. വെറും 60,000. ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. ഏറ്റവും ഫുൾ ഓപ്ഷൻ. മേജർ ആക്സിഡന്റോ മേജർ റീപ്ലേസ്മെന്റ് ഫ്ലഡ് എഫക്റ്റഡ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല അല്ലേ? ഓക്കെ, ഫുൾ ഓപ്ഷൻ ആണ്. 4 അലോയ് വീൽസ് വരുന്നുണ്ട്, കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട്, ക്ലൈമറ്റ് AC, ടച്ച് സ്ക്രീൻ, ഡുവൽ എയർ ബാഗും വരും. ഓക്കെ, അപ്പൊ എത്രയാണ് ഈ ഒരു ഫുൾ ഓപ്ഷൻ വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്നത്? 5,77,000 രൂപ. 5,77,000 രൂപ. അത് ചെറുതായിട്ട് നെഗോഷ്യബിൾ ആവില്ല? നെഗോഷ്യബിൾ ആവും. കൂടാതെ മാക്സിമം ലോണും ചെയ്തു 1 രൂപ പോലും മുടക്കാതെ ഇറക്കാം. ഓക്കെ, ഈ ഒരു പ്രൈസിന് ബലേനെ കിട്ടുമോ നിങ്ങൾ നോക്കിക്കോളും. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നിങ്ങൾക്ക് തരാൻ പോണത്. ബേസോ കാര്യങ്ങളൊന്നുമില്ല, പെട്രോൾ വേരിയന്റിൽ വരുന്ന ഫുൾ ഓപ്ഷൻ അല്ലേ? ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു i20 ഞങ്ങൾ പരിചയപ്പെട്ടാലോ? പിന്നെന്താ. ഓക്കെ, KL55Q ഇതന്നെ കാണിക്കാം നമുക്ക്. i20 ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾ ചെക്ക് ചെയ്തോളി. ഡീറ്റെയിൽ അതിന് വരുന്നത് ഈ വണ്ടി 2014 വണ്ടിയാണ്, സ്പോർട്സ് വേരിയന്റ് ആണ്. 1.2 വരുന്ന വണ്ടി, 74,000 കിലോമീറ്ററോട് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഇല്ല, മേജർ ആക്സിഡന്റോ
റീപ്ലേസ്മെന്റ് ടയർ ഏകദേശം എത്ര ശതമാനം ഉണ്ട്? ടയർ ഏകദേശം നമുക്കൊരു 60% അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, ഒരു ടയർ പഞ്ചറാണ് തോന്നുന്നു അല്ലേ? അത് മാറ്റിയിട്ടുണ്ട്. ബേക്കിലൊരു ടയർ നമ്മൾ മാറ്റിയിട്ടുണ്ടാവും. 100% ഉള്ള ടയേഴ്സ് ആണ്. ഫ്രഷ് ടയർ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, നമ്മളിപ്പോ ഈ ടയേഴ്സ് ഒക്കെ 1 ഇഞ്ചിന് താഴേക്കുള്ള ടയേഴ്സ് ആണെങ്കിൽ അതുപോലെ മാറ്റിയിട്ടായിരിക്കും വണ്ടി ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അത്രയും നമ്മൾ കെയർ ചെയ്തിട്ടാണ് ഓരോ വാഹനങ്ങളും ഇവിടുന്ന് കൊടുക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല, ഈ ഒരു പ്രൈസിന് i20 കിട്ടും. നിങ്ങൾ നോക്കിക്കോളി, പെട്രോൾ ആണ്, ഒരു 15 അടുപ്പിച്ച് മൈലേജ് കിട്ടും. എന്നാലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. റീപ്ലേസ്മെന്റ് ഇല്ലാന്ന് ഗ്യാരണ്ടീഡ് പറയാം. കിലോമീറ്ററും ജെനുവിനാലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ എത്രയാണ് ഈ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 2014 മോഡൽ വണ്ടി? ഗസ് ചെയ്ത് നോക്കാവോ? ഒരു 4.5 പ്രതീക്ഷിക്കാം അല്ലേ? ഇതിന് 390 നമ്മൾ കൊടുക്കും. വെറും 3,95,000 അല്ല 90,000 ഒരു ആൾട്ടോന്റെ വിലക്ക്. വെറും ഒരു ആൾട്ടോ സ്വന്താക്കുന്ന പ്രൈസിൽ പ്രീമിയം യാത്ര. ഓക്കെ, i20 ലോൺ കിട്ടുമോ? പിന്നെ ഫുൾ ലോൺ കൊടുക്കാം. ഫുള്ളി ലോണ്, ഒരു രൂപ പോലും മുടക്കാതെ നമുക്ക് i20 സ്വന്താക്കാം അല്ലേ? ഇതുപോലെ പഴയ ഫേസ് ലിഫ്റ്റ് മുതൽ പുതിയ മോഡൽ i20 വരെ നമ്മുടെ അവൈലബിൾ ആണ്. i20 മാത്രമല്ല കേട്ടോ, 23 വണ്ടി വരെ നമ്മുടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് മാത്രമല്ല, ആൾട്രോസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സെഗ്മെന്റിലേക്ക് വരുന്ന ഹുണ്ടായിന്റെ ഒരുപാട് അധികം വാഹനങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. നമുക്ക് അവിടുന്ന് ഒരു 1-2 വണ്ടി കൂടി പറഞ്ഞാലോ? നിങ്ങൾ ഇത് ഈ വണ്ടി ഒന്ന് കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കുക. 2019 SX പ്ലസ് വണ്ടി ആട്ടോ. വണ്ടി ഓടിയേക്കുന്ന 98,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ ആണ് വണ്ടി. റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല. കറക്റ്റ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. 4 ഡയമണ്ട് കട്ട് വീൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ ഒരുപാട് ഓപ്ഷൻസ് വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നുണ്ട് ടിയാഗോ. ഓക്കെ, ചെറിയൊരു ഫാമിലിക്ക് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജും ബോഡി ക്വാളിറ്റി വരുന്ന ടാറ്റന്റെ ഒരു വാഹനമാണ്. ഓക്കെ, എത്ര രൂപയാണ് ഇതിന് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇതിന്റെ വണ്ടിന്റെ റേറ്റ് വരുന്നത് 3,55,000 രൂപ. വെറും 3,55,000. വേണ്ട ഒരു 3.5 കൊടുത്തൂടെ? പിന്നെന്താ, ലാസ്റ്റ് ഒരു 3.5 ലക്ഷം രൂപ കൊടുക്കാം. അതും ഫുള്ളി ലോണ്. ഒരു രൂപ പോലും മുടക്കാതെ 3.5 ലക്ഷം കൊടുക്കാം, വാറണ്ടി കൊടുക്കാം. പിന്നെന്താ കൊടുക്കാം. മാരുതിന്റെ സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇതാ ഈ റോ ഫുള്ള് മാരുതിന്റെ ആരാധകർക്കുള്ളതാണ്. ഇനിയിപ്പോ ഹുണ്ടായി നോക്കുകയാണെങ്കിൽ ഇതാ ഈ തല മുതൽ ആ തല വരെ ഹുണ്ടായിന്റെ ഏത് വാഹനമാണെങ്കിലും, ഹുണ്ടായി i10 ആണെങ്കിലും അതുപോലെ തന്നെ ഹുണ്ടായിട്ട് എല്ലാ വാഹനങ്ങളും, സാൻഡ്രോ തുടങ്ങിയ i20 എല്ലാ വാഹനവും അവൈലബിൾ ആണ്. നല്ലൊരു ബ്ലാക്ക് കളറ് ഒരു i10 അല്ലേ? i10 ഗ്രാൻഡ് കാണുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ അതിന് KL05. അതെ, 2014 വണ്ടിയാണ്. 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ ഫസ്റ്റ് ഓണർ വണ്ടിയാട്ടോ. സിംഗിൾ ഓണർ, നല്ല കിടുക്കാച്ച് ബ്ലാക്ക് കളർ. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, പക്കാ ഷോറൂം വണ്ടി. അത്യാവശ്യം കണ്ടീഷൻ വാഹനം ഉണ്ടോ? ടയർ കാര്യങ്ങളൊക്കെ എത്ര ഉണ്ട്? അത്യാവശ്യം ഒരു 60 എബോവ്. ബാക്കിൽ അത്യാവശ്യം ഫുൾ കട്ട ടയറിന് വരുന്നുണ്ട്. ഫ്രണ്ടിൽ അത്യാവശ്യം ഒരു ആവറേജ് ടയർ വരുന്നുള്ളൂ കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റി നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ്. ഓപ്ഷൻ തരുന്ന മാഗ്ന ഓപ്ഷൻ വരുന്ന ബ്ലാക്ക് കളർ. ഓക്കെ, എത്രയാണ് ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്നത്? ഈ വണ്ടിക്ക് നമുക്ക് 3,11 കൊടുക്കാം. 3,11,000 രൂപ. എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കൂലേ? അതെ, 3,55 വണ്ടിയായിരുന്നു. ഇപ്പൊ 44,000 രൂപ ഡിസ്കൗണ്ടിൽ ഇപ്പൊ കിടക്കുന്നതാണ്. ഇപ്പൊ പറഞ്ഞത് ഒന്നും ഫിക്സഡ് അല്ല, എല്ലാം നെഗോഷ്യബിൾ ആണ്. മാത്രമല്ല, ലോൺ വേണമെങ്കിൽ 100% കൊടുക്കാം. മാക്സിമം ലോണ് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അല്ല മാക്സിമം ലോൺ നമുക്ക് സ്വന്തമാക്കാം. പിന്നെ അത് മാത്രമല്ല 7 days റിട്ടേൺ പോളിസി വരെ അവൈലബിൾ ആണ് കേട്ടോ. ഇതാ ചെറുവണ്ടി നോക്കുന്നവർക്ക് ഇതാ ഈ തല മുതൽ ആ തല വരെ ചെറുവണ്ടിന്റെ ഒരു കലവറാണ്. ഇതിലിപ്പോ ഏത് കളർ വേണമെന്ന് എനിക്ക് ആ കൺഫ്യൂഷൻ ആയി. ഫുൾ കളർഫുൾ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതാ ഇവിടെ വന്ന് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോയിക്കോളും. പച്ച വേണോ, ബ്ലാക്ക്, നീല, ഏത് വേണമെങ്കിലും നിങ്ങൾ തീരുമാനിച്ചോളി. ഓക്കെ, എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മൾ കാർ 24 നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലാണ്ട് കോൺടാക്ട് ചെയ്താൽ മതി. 1.5 ലക്ഷം മുതൽ അല്ലേ? അതെ, 1.5 ലക്ഷം മുതൽ മുകളിലോട്ടുള്ള ഏകദേശം 20 ലക്ഷം വരെ വില വരുന്ന വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സ്വിഫ്റ്റ് ആണെങ്കിൽ നമുക്ക് പെട്രോൾ സ്വിഫ്റ്റ് ഉണ്ട്, ഡീസൽ സ്വിഫ്റ്റ് ഉണ്ട്, പോളോ നോക്കുന്നവർക്ക് അതുണ്ട്. അതുപോലെ തന്നെ റിഡ്സ്, പുതിയ മോഡൽ സ്വിഫ്റ്റ് എല്ലാം അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, നമുക്ക് നല്ലൊരു തത്തമ്മ പച്ച വണ്ടി തന്നെ ആയിക്കോട്ടെ അല്ലേ? റെഡിഗോ നല്ലൊരു ബഡ്ജറ്റിൽ നമുക്ക് കൊടുക്കാം. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? ഈ വണ്ടി 2016 വണ്ടിയാണ്. ഓക്കെ, റെഡിഗോ ടി ഓപ്ഷനിലാണ്. ടോപ്പ് വേരിയന്റ് വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ 22,000. അത് ഹിസ്റ്ററി ജെനുവിൻ ആണോ? ജെനുവിൻ ഹിസ്റ്ററി. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, മേജർ ആക്സിഡന്റോ അങ്ങനെയൊന്നും. അട്രാക്റ്റീവ് കളർ അല്ലേ? ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ അല്ലേ? അതെ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ലോ കിലോമീറ്റർ വണ്ടി. ടയർ എത്ര ഉണ്ട്? ടയർ ഒരു 50% മുകളിൽ ടയറും കാര്യങ്ങളും വരുന്ന റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി. ഓക്കെ, എത്രയാണ് ഈ ലോ കിലോമീറ്റർ തത്തമ്മക്കുട്ടിക്ക് ചോദിക്കുന്നത് നമ്മള്? ഈ വണ്ടിക്ക് നമുക്ക് ചോദിക്കുന്നത് 1,76,000. 1,76,000 രൂപക്ക് ഒരു ബൈക്ക് സ്വന്തമാക്കുന്ന പ്രൈസിന് നമുക്കൊരു 5 സീറ്റർ വണ്ടി. 5 സീറ്റർ, അത് പവർ സ്റ്റിയറിംഗ് ഉള്ള, മഴയും വെയിലും കൊള്ളാത്ത AC ഉള്ള വണ്ടി. ഓക്കെ, ഇനി ഇത് ആൾട്ടോ നോക്കുന്നവർക്ക് ഇതാ
ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പച്ച വേണോ, നീല വേണോ, റെഡ് വേണോ, വൈറ്റ് വേണോ, ഏത് വേണം തിരഞ്ഞെടുക്കാം. നല്ലൊരു അടിപൊളി അട്രാക്റ്റീവ് കളർ, ബ്ലൂ കളർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാൻ പറ്റുമോ? ഇത് 2020 വണ്ടിയാണ്, LXI. ഓക്കെ. ഈ വണ്ടി ഓടിയേക്കുന്നത് പറഞ്ഞാൽ 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, നല്ല നീറ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർ. അതെ, സിംഗിൾ ഓണർ. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. ഹൈലൈറ്റ് മോഡൽ പറഞ്ഞോളൂ. 4 ടയേഴ്സും പുത്തനാണ് കേട്ടോ, അത്യാവശ്യം നല്ല ടയേഴ്സും ആണ്. ഓക്കെ. 2020 മോഡൽ, 2020 വണ്ടി. 20 വണ്ടി ഈ ഒരു പ്രൈസിന് എവിടുന്നെങ്കിലും കിട്ടുമോ നിങ്ങൾ നോക്കിക്കോളൂ. എത്രയായിരിക്കും എക്സ്പെക്ട് ചെയ്ത് നോക്കിയ റേറ്റ്? നമുക്കൊരു 4 റുപ്യ 380 ഈ വണ്ടിക്ക് 280 കൊടുക്കാം. 280 കൊടുക്കാം. 1 ലക്ഷം ലാഭിച്ചു. ഒറ്റയടിക്ക് 1 ലക്ഷം രൂപയാണ് ലാഭിച്ചത്. അത് മാത്രല്ല ഫുള്ള് ലോൺ കിട്ടുമോ? ഫുൾ ലോൺ കൊടുക്കാം. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഉറപ്പല്ലേ? ഇല്ല, ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ചെയ്തിട്ട് എടുക്കാം. 20 മോഡലാണ്. ഈ ഒരു പ്രൈസിന് വളരെ റെയർ ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. നമുക്കൊരു സ്വിഫ്റ്റ് പറഞ്ഞാലോ? സ്വിഫ്റ്റ് പറയാലോ? ഏതാ പറയാ? ഈ തല മുതൽ ആ തല വരെ സ്വിഫ്റ്റാണ് കിടക്കണ മക്കളെ. ആരാധകർക്ക് ക്ഷമ വരില്ല കേട്ടോ, അത്രയധികം കളക്ഷൻ ഉണ്ട്. അടിപൊളി പ്രൈസ് അല്ലേ? നമുക്കൊരു വൈറ്റ് കളർ പരിചയപ്പെട്ടാലോ? ഏതാ പരിചയപ്പെടാതെ? നമുക്ക് 2020 വണ്ടിനെ നോക്കാം. 20 വണ്ടിനെ നോക്കാം അല്ലേ? LXI അല്ലേ? ഓക്കെ. ഡീറ്റെയിൽ എങ്ങനെയാ? വണ്ടി 2020 LXI ആണ് വരുന്നത്. 72,000 കിലോമീറ്റർ ഓടിയ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. വണ്ടിയാണ്. ഹിസ്റ്ററി അവൈലബിൾ ആയിരിക്കും? എല്ലാം അവൈലബിൾ. എന്തെങ്കിലും മൈനൂട്ട് റീപ്ലേസ് ഇല്ല, നമുക്ക് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. ഓക്കെ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ടയർ എത്ര ഉണ്ട്? ടയർ അത്യാവശ്യം ഒരു 60% അബവ് ഉണ്ട്. 60% മുകളിൽ വരുന്ന വേരിയന്റ് അല്ലേ? ഓക്കെ. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി കേട്ടോ. ഓക്കെ. എത്ര നമ്മൾ ഈ ഒരു മോഡലിന് ആസ്ക് ചെയ്യുന്നത്? 4,60,000 രൂപ. 4,60,000 രൂപയ്ക്ക് 2020 മോഡൽ സ്വിഫ്റ്റിന് വെറും 4,60,000 രൂപയ്ക്ക് എവിടുന്നെങ്കിലും കിട്ടുമോ? ഇത് ഡൗൺ പേയ്മെന്റ് ഒന്നുമില്ല, ഫുൾ എമൗണ്ട് ആണ്. മാക്സിമം ഫുൾ ലോണും കൊടുക്കാം. വാറണ്ടി കൊടുക്കുക. 7 days റിട്ടേൺ പോളിസി കൊടുക്കാം. പിന്നെ അഷ്വർഡ് ബൈബാക്ക് വേണമെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. അത് വേണമെങ്കിലും അതുകൊണ്ട് ഇനിയിപ്പോ 2 വർഷം കഴിഞ്ഞിട്ടോ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം മാന്യമായ റേറ്റും കൊടുക്കും. നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് അപ് ടു 20,000 അടുത്ത് എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട്, അതും കൊടുക്കാം. റെഡ് കളർ ഉണ്ട്. അത് മാത്രമല്ല സൈഡിലേക്ക് വരുമ്പോൾ ഒരുപാട് അധികം വാഹനങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. ഏകദേശം 300ഓളം വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റിയെന്ന് വരില്ല, എന്നാലും മാക്സിമം വാഹനങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വാഹനം പരമായ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ Cars24 ആപ്പ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിന്റെ അകത്ത് തന്നെ എല്ലാ വണ്ടികളും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടിക്ക് എന്തെങ്കിലും മൈന്യൂട്ട് സ്ക്രാച്ചസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീപെയിന്റ് പാർട്സ് അങ്ങനെ എന്തെങ്കിലും അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അതടക്കം നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ റോന്നൊരു വണ്ടി പരിചയപ്പെട്ടാലോ? ഒരു ക്രെറ്റ ബ്ലാക്ക് കളർ SUV ഓട്ടോമാറ്റിക് ഉണ്ടോന്ന്. ഒരുപാട് പേർക്ക് ഹൈറ്റിന്റെ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് നല്ല ഹൈറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ യാത്ര ചെയ്യാം. കംഫർട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്ലാക്ക് കളർ ക്രെറ്റ അല്ലേ? ഡീറ്റെയിൽ അതിന് വരുന്നത് 2018 വണ്ടിയാണ്. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 66,000 ജെന്യൂൻ ഹിസ്റ്ററി അല്ലേ? പെട്രോൾ ആണോ? പെട്രോൾ വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ലേഡീസിനൊക്കെ സുഖമായിട്ട് കൊണ്ടെടുക്കാൻ പറ്റിയ വാഹനമാണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. SXL പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ്, ഡയമണ്ട് അലോയ് വീൽ വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ് കേട്ടോ. ഓക്കെ. എത്രയാണ് ഈ ഒരു മുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? 9,35 കൊടുക്കാം. 9,35,000 രൂപക്ക് ഓട്ടോമാറ്റിക് വാഹനം കൊടുക്കാം. അത് SUV അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടി, ഫുള്ള് ലോൺ. 1 രൂപ പോലും മുടക്കണ്ട. നമുക്ക് 7 ദിവസം നമുക്ക് ഉപയോഗിച്ചിട്ട് റിട്ടേൺ പോളിസി അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട് നമ്മളുടെ ഈ ഒരു അടിപൊളി എപ്പിസോഡ്? ഇത്രയും അധികം സ്റ്റോക്ക് ഞാൻ കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല. ഏകദേശം 300ഓളം വാഹനങ്ങൾ അവൈലബിൾ ആണ്. അത് മാത്രമല്ല ക്വാളിറ്റി വണ്ടികൾ വിശ്വസ്തയോടുകൂടെ എടുക്കാം. അത് മാത്രമല്ല ഈ ഒരു പ്രൈസ്, ഇവിടെ കൊടുക്കുന്ന പ്രൈസ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രൈസ് ഒന്നും ഫിക്സ്ഡ് അല്ലല്ലോ. എല്ലാത്തിനും നമുക്ക് നെഗോഷ്യബിൾ അവൈലബിൾ ആണ്. മാത്രമല്ല ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. 1 രൂപ പോലും മുടക്കാതെ, നല്ല സിബിൽ സ്കോറും ട്രാക്കും വേണമെന്നുള്ളൂ, 1 രൂപ പോലും മുടക്കാതെ നമുക്ക് വാഹനങ്ങൾ സ്വന്തമാക്കാം. പിന്നെ 7 ദിവസത്തെ റിട്ടേൺ പോളിസിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞോ? നമ്മുടെ ഇൻഫോ പാർക്ക് റോഡ് കാക്കനാട്, കൊച്ചിയിൽ ഇൻഫോ പാർക്ക് റോഡ് കാക്കനാടാണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.